പറയും. ഇതിനെ പറയുന്നത് ആ വ്യഭിചാരം എന്നാണ്. വ്യഭിചാരം. നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക്. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നതായിരിക്കുന്നു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ ചാനലിൽ ഒരു വീഡിയോ ചെയ്യുന്നത്. കഴിഞ്ഞ 2-3 ദിവസമായിട്ട് നിങ്ങളിൽ പലരും അയച്ചു തന്നിട്ടുള്ള ഒരു വിഷയമാണ് മഞ്ജു പിള്ളയുടെ മോള് ദയാ സുജിത്ത്, ഫാഷൻ ടെക്നോളജി പഠിച്ചിട്ടുള്ളൊരു കുട്ടി. അവരുടെ സ്വന്തം ഇൻസ്റ്റഗ്രാം ഹാൻഡിലിൽ അവരുടെ പ്രവർത്തന മേഖല റിലേറ്റഡ് ആയിട്ടുള്ള ഒരു വേഷം ധരിച്ചിട്ട്, ഒരു ഫാഷൻ വേഷം ധരിച്ചിട്ട് അവർ സ്വന്തം ഇൻസ്റ്റഗ്രാം ഹാൻഡിൽ പോസ്റ്റ് ചെയ്യുന്നു. അതിനിടയിൽ ഒരുപാട് പേര് കമൻറ്റ് ചെയ്യുന്നു. ഈ റീലിനും ആ ഒരു ഫോട്ടോയ്ക്കും ഷഫീന ബീവി അവരുടെ യൂട്യൂബ് ചാനലിലൂടെ തികച്ചും വ്യത്യസ്തമെന്ന് ഒരുപാട് പേര് കരുതുന്ന രീതിയിൽ ഒരു റിയാക്ഷൻ വീഡിയോ പോസ്റ്റ് ചെയ്യുന്നു. ഈ വീഡിയോ അടക്കം നമുക്ക് അയച്ചെന്ന് പറയാം. ബ്രോ, ഇത് എന്തുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കാത്തത്? ഒരുപാട് വിഷയം എടുത്ത് സംസാരിക്കുന്നതല്ലേ, എന്താ ഈ വിഷയം സംസാരിക്കാത്തത്? ഡ്രസ്സിങ് വിഷയത്തിൽ ഇതിന് മുന്നേ വീഡിയോസ് ചെയ്തിട്ടില്ലേ? എന്തുകൊണ്ടാണ് ഷഫീന ബീവി പറയുന്ന കാര്യങ്ങൾ ഒരുപാട് പേര് റിയാക്ട് ചെയ്യുന്നതുകൊണ്ടാണ് ബ്രോ ഇതുവരെ ചെയ്യാത്തതെന്ന് വെച്ചിട്ട് ഒരുപാട് പേര് ചോദിച്ചു. അപ്പോൾ അവർക്കുള്ള ഒരു റിപ്ലൈ വീഡിയോ പ്ലസ് എൻ്റെ ഒരു അഭിപ്രായമാണ് ഈ ഒരു വിഷയത്തിൽ കേട്ടോ. നമുക്ക് ആദ്യം ഇതിലേക്ക് കടക്കുന്നതിന് മുന്നേ ഷഫീന ബീവി, ഞാൻ ഏകദേശം ഒരു 3.5 കൊല്ലത്തോളമായി ഇപ്പോൾ റിയാക്ഷൻ വീഡിയോ തുടങ്ങിയിട്ട് 4 കൊല്ലത്തെ അടുത്തായിട്ടുണ്ടാവും. ഈ ഇത്രയും വർഷമായിട്ട് ഇവരുടെ ഈ ചാനലല്ലാതെ ഇവർക്ക് ഇതിന് മുന്നേ ഒരു ചാനലുണ്ടായിരുന്നു. 1 ലക്ഷത്തിൽ ചില സബ്സ്ക്രൈബേഴ്സുള്ള ഒരു ചാനൽ, അവരുടെ അടിച്ചു പോയൊരു ചാനലുണ്ട്. ഈ ചാനൽ മുതൽ ഞാൻ ഇവരുടെ വീഡിയോസ് കാണുകയാണ്. ഇവർക്ക് അതിൽ അന്ന് ഇവരെ വിളിച്ചിരുന്ന പേര് തെറിത്താത്ത എന്നായിരുന്നു. ഞാൻ തെറിയുടെ എന്താ പറഞ്ഞിട്ട്, തെറി പറയുന്ന ഒരുപാട് പേരുണ്ട്. അവരെ വല്ലതും മോശമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ അവർ തിരിച്ച് തെറി പറയും. ഇങ്ങനെയായിരുന്നു അവരെ പരിപാടി വന്നത്. പക്ഷേ എൻ്റെ ഒരു വിഷയം, ഞാൻ ഇതുവരെ വീഡിയോ ചെയ്ത സമയത്ത് ഒരു പ്രാവശ്യം പല വിഷയം ഇവരായിട്ട് കണക്റ്റഡ് ആയിട്ട് ഉണ്ടായിട്ട് കൂടി അവരുടെ ചാനൽ അടിച്ചു കൂടി അങ്ങനത്തെ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിട്ട് കൂടി ഞാനൊരൊറ്റ വീഡിയോയിൽ പോലും ഇവരെ മെൻഷൻ ചെയ്തിട്ട്, അല്ലെങ്കിൽ ഇവരെ ഒരു വിഷയത്തിൽ പോലും ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ ഇവരെ കൊണ്ടുവന്നിട്ടില്ല. അതിനെന്താ റീസൺ എന്നറിയോ? നമുക്ക് പലരായിട്ടും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് പല ആൾക്കാരോടും അഭിപ്രായങ്ങൾ ഉണ്ടായിരിക്കും. ഡിഫറൻസ് ഒപ്പീനിയൻ ഇല്ലാത്ത എന്ത് സംഭവമുള്ളൂ അല്ലേ? ഞാൻ പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്കൊക്കെ ഡിഫറൻസ് ഒപ്പീനിയൻ ഉണ്ടാവും. അതൊക്കെ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യും വേണം. അതിനൊരു ലിമിറ്റ് ഉണ്ട് അല്ലേ? അത് എക്സ്പ്രസ് ചെയ്യണമല്ലോ. അപ്പോൾ അങ്ങനെ നമുക്ക് പല ആൾക്കാരോടും യോജിപ്പുണ്ടായിരിക്കും. ഇതൊക്കെ നമ്മൾ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു പ്ലാറ്റ്ഫോം ഉള്ളത്. പക്ഷേ ഇവരുടെ കേസിൽ എന്താണെന്നറിയോ? ഇവരുടെ ഒരു വാക്കിൽ അല്ലെങ്കിൽ പ്രവൃത്തിയിൽ അല്ലെങ്കിൽ ഇവർ ചെയ്തിട്ടുള്ള എന്തെങ്കിലും ഒരു കാര്യത്തിൽ എനിക്കൊരു വിയോജിപ്പുണ്ടായിട്ട് ഞാൻ വളരെ മാന്യമായ രീതിയിൽ എക്സ്പ്രസ് ചെയ്തു എന്ന് വിചാരിക്കുക. ഫോർ എക്സാമ്പിൾ, വളരെ മാന്യമായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് കണ്ടാറിയാം. ഞാൻ ആ രീതിയിൽ ഈ ഒരു പ്ലാറ്റ്ഫോമിനെ കാണാറുള്ളൂ. നമ്മളിതിനെ ഞാൻ പറയല്ലോ ഒരു ജോലിയാണ്. അപ്പോൾ അതിൻ്റെ ആ ഒരു ഇത് കണക്കിലെടുത്തിട്ട് നമ്മുടെ പ്രേക്ഷകർ എവിടെ വെച്ചിട്ടും തുറക്കാൻ പറ്റുന്ന വീഡിയോസാണ് എൻ്റെ എന്ന് ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ അതിനനുസരിച്ചുള്ള വീഡിയോസ് എടുക്കാറുള്ളൂ, ടോപ്പിക്സ് എടുക്കാറുള്ളൂ, അങ്ങനെ സംസാരിക്കാറുള്ളൂ. ബട്ട് ഇറ്റ് ഡസൻറ്റ് മീൻ ദാറ്റ് നമുക്ക് പ്രൈവറ്റ് സ്പേസിൽ നമ്മളൊക്കെ ഒരുപാട് ഭാഷകളും കാര്യങ്ങളൊക്കെ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ഈ ഒരു സ്പേസിൽ നമ്മൾ ചെയ്യാറില്ല. അപ്പോൾ ഇവരുടെ കേസിൽ ഞാൻ എടുക്കാതിരിക്കാനുള്ള കാരണം എന്താ വെച്ചാൽ, ഒരു 1-to-1 കോൺവെർസേഷനിൽ മറ്റുള്ളവരൊക്കെ എതിർക്കുന്നത് പോലെ ഞാൻ ഇവരെ അഥവാ എതിർത്തു എന്ന് വിചാരിക്കുക. ഞാനല്ല, ഏതെങ്കിലും ഒരു വ്യക്തി എതിർത്ത് കഴിഞ്ഞാൽ ഇവർ ഡയറക്റ്റായിട്ട് 1 സ്റ്റെപ്പ് മുകളിൽ നേരെ വീട്ടിലുള്ളവരെ എടുത്തിടും. വീട്ടിലുള്ളവരെ തെറി പറയുന്നല്ല പറയുന്നത്, വീട്ടിലുള്ളവരെ നേരെ അനാവശ്യമായിട്ട് വീട്ടിലിരിക്കുന്ന ആൾക്കാർ, ഇതുമായിട്ട് ഒരു ബന്ധമില്ലാത്ത ആൾക്കാരെ വലിച്ചെടുക്കും. ഇപ്പം തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ട് ദയാ സുജിത്തിൻ്റെ വിഷയത്തിൽ നേരെ കയറിയിരിക്കുന്ന ഒരു കുട്ടിയൊന്നല്ല. ദയാ സുജിത്ത് പറഞ്ഞ ചെറിയ കുട്ടിയല്ലല്ലോ, 10-23 വയസ്സുണ്ട് തോന്നുന്നു, 20-23 വയസ്സുണ്ട്. നേരെ എടുത്തിടുന്നത് മഞ്ജു പിള്ളേനെയാണ്. മഞ്ജു പിള്ളേനെ അങ്ങോട്ട് കടന്ന് ആക്രമിച്ച് സംസാരിക്കുന്നു. വളരെ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്ട്രീം ലെവൽ ഓഫ് സ്ലട്ട് ഷെയ്മിംഗ് ആണ് ഇവർ ചെയ്തിട്ടുള്ളത്. എക്സ്ട്രീം ലെവൽ ഓഫ് സ്ലട്ട് ഷെയ്മിംഗ്, അതിൽ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെയാണ് സോഷ്യൽ മീഡിയ ഒരുപാട് പേര് എതിർക്കുന്നുണ്ട്. ഞാൻ സർപ്രൈസ്ഡ് ആണ് കുറച്ചൊക്കെ. കാരണം വെച്ചാൽ ഒരുപാട് സപ്പോർട്ടും ഈ വിഷയത്തിൽ കാണുന്നു. ഇതിൽ സപ്പോർട്ട് ചെയ്യേണ്ടെന്നില്ല. അപ്പോൾ അവരുടെ വേഷത്തിന് എല്ലാവരും അനുകൂലിച്ചോളണമെന്നൊന്നുമില്ല. ഒരുപാട് പേർക്ക് എതിർപ്പുണ്ടായിരിക്കാം, അവരൊറ്റ വേഷത്തിനോടൊക്കെ എതിർപ്പുണ്ടായിരിക്കാം. പക്ഷേ ഇത് പറയുന്നതിന് ഒരു രീതിയുണ്ട്. പക്ഷേ ഈ രീതി ആരാ തീരുമാനിക്കുക? അവനാൻ സ്വയമാണ് തീരുമാനിക്കുക. അത് ആ ഒരു രീതി അവർക്ക് സ്വയം ആ ഒരു ലിമിറ്റ് അവർ നിശ്ചയിച്ചിട്ടില്ല. അതുകൊണ്ട് അവർ ഏത് എക്സ്റ്റെൻറ്റ് വരെയും പോകും. ആ ഒരൊറ്റ കാര്യം കൊണ്ട് തന്നെ ഒരുപക്ഷെ ചിലപ്പോൾ ഞാൻ ഈ ഒരു വീഡിയോക്ക് റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഇവരെങ്ങനെയാണ് ഇത് പ്രതികരിക്കുക എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്കെന്താ വെച്ചാൽ അനാവശ്യമായിട്ട് നമ്മളെ കുടുംബത്തിലുള്ള ആൾക്കാർ, വീട്ടിലുള്ള ആൾക്കാരൊക്കെ ഇവർ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കേൾക്കാനും കഴിയില്ല, കേട്ടിട്ടും വലിയ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ. ബിക്കോസ് അതങ്ങനെയാണ് ഒരു സ്ഥിതി. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നാളെ ഇപ്പോൾ ഇതിന് മറുപടിയായിട്ട് അവരിപ്പോൾ എൻ്റെ വീട്ടിലുള്ളവരൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെയാണ് ഇവരുടെ രീതി. അത് നിങ്ങൾക്ക് ഏകദേശം മനസ്സിലായിട്ടുണ്ടാവും. വോട്ടെവർ, അവരുടെ പ്ലാറ്റ്ഫോമാണ്. അതിന് ആരാണോ എഫക്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർ അവർ അതിൻ്റെതായ നടപടി അവർക്ക് വേണമെങ്കിൽ എടുക്കുക. ഇഫ് ദേ ഫീൽ ഒഫൻഡഡ്, ഇഫ് ദേ ഫീൽ ദാറ്റ് അവർക്കത് ഒരു ഡിഫമേഷൻ ആയി എന്നുണ്ടെന്നുണ്ടെങ്കിൽ അവർ അതിൻ്റെ രീതിയിൽ പോവുക. ചെയ്യാൻ പറ്റുമെങ്കിൽ എന്താ വെച്ചാൽ ചെയ്യുക. പക്ഷേ ഇവരുടെ സംസാരം പരിപാടിയും കണ്ടു കഴിഞ്ഞാൽ
എന്ത് കാര്യവും ഏത് രീതിയിലും ഏത് എക്സ്റ്റെൻഡ് വരെ പറയാനും ലൈസൻസ്ഡ് ആയിട്ടുള്ളൊരു വ്യക്തിയാണ് ഷഫീന ബീവി എന്നുള്ളത് അവർക്ക് സ്വയം തോന്നുന്നു എന്ന് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി അവർ പറയുന്ന കുറച്ച് കാര്യങ്ങൾ കേൾക്കാം. ഇന്ന് ദയാ സുജിത്തിൻ്റെ ഒരു വീഡിയോ വന്ന് കണ്ടു. അവർ കുറച്ച് കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. ഒരു വ്യക്തി ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ളത് അവരുടെ മാത്രം തീരുമാനമാണ്. ഇറ്റ്സ് അപ്പ് ടു ദെം. നമുക്ക് വേണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാൻ, അക്സെപ്റ്റ് ചെയ്യാതിരിക്കാം. ഓക്കെ, അത് അവരുടെ ഇഷ്ടമാണ്. ആൻഡ് അഗെയിൻ ഞാൻ കണ്ടു ഷഫീന ഇതിൽ നിമിഷ ബിജോനായിട്ട് അങ്ങനത്തെ ആൾക്കാരൊക്കെ ആയിട്ട് ഇവർ വളരെ മോശമായിട്ടുള്ള സ്ത്രീകളായിട്ടൊക്കെ ഇവരെ കമ്പയർ ചെയ്യുന്നത് കണ്ടു. അരെ ഷീസ് ഇവർ ഒരു ഫാഷൻ ഡിസൈനിങ് പഠിച്ചിട്ടുള്ളൊരു കുട്ടിയാണ്. അവർ അത് സംബന്ധമായിട്ടുള്ളൊരു വേഷം ഇട്ടതെന്ന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിൽ സംസാരിച്ചു അതിനെ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച് നടക്കുന്ന ഒരു കൂട്ടം ആൾക്കാർ നമ്മളിവിടെ കാണാൻ കഴിയും. അത് ഓരോരുത്തർക്കും ഓരോ സംഭവം കേട്ടോ, അവരവരെ പരിപാടിയായിട്ട് പോകും. എന്തായാലും ഞാനിവർ പറഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കണം. കേൾക്കാത്തവരായിട്ടുണ്ടെങ്കിൽ ദയവ് ചെയ്ത് ഇത് ഒരു ഈ പറഞ്ഞ പോലെ ഒരു മാന്യമായിട്ടുള്ള ഒരു സദസ്സിൽ വെക്കാൻ പറ്റിയിട്ടുള്ള ഒരു വീഡിയോ അല്ല. എന്നാലും ഞാൻ ജസ്റ്റ് ഇതിൻ്റെ ഒരു കുറച്ച് പോർഷൻ കേൾപ്പിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മാറുമറയ്ക്ക് സ്വാതന്ത്ര്യമില്ല. പെണ്ണുങ്ങൾ അനുഭവിച്ച ബുദ്ധിമുട്ട്. ഈ കുട്ടി 13 വയസ്സുള്ള കുട്ടീനെയാണ് കൊണ്ടുപോയി ചിന്ന ഭിന്നമാക്കി കൊന്നു കളഞ്ഞത്. 30ഓളം പേര്. ഇന്നും സാമൂഹിക വ്യവസ്ഥയിൽ സ്ത്രീ എന്ന് പറയുന്നത് ഒരു മെറ്റീരിയൽ മാത്രമാണ്. ഒരു മെറ്റീരിയൽ മാത്രമാണെന്ന് എത്ര പറഞ്ഞാൽ നിനക്കൊക്കെ മനസ്സിലാവും. ഇങ്ങനെ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് എന്താണെന്ന് നിനക്കൊക്കെ എന്താ മനസ്സിലാക്കാത്ത? നീ ഒരു മെറ്റീരിയൽ ആണോ? കോമൺ സെൻസ്. ഇതാണോ സ്വാതന്ത്ര്യം? ഇതാണോ ഫെമിനിസം? ഇതിനെയാണോ ഫെമിനിസം എന്ന് പറയുന്നത്? ഈ 10 രൂപയുടെ എക്സ്പ്രഷൻ ഇടേണ്ട സ്ഥാനത്ത് 1000 രൂപയുടെ എക്സ്പ്രഷൻ ഇട്ടിട്ട് എന്തിനോ വേണ്ടി എന്തിനു തിളയ്ക്കുന്നു സാമ്പാർ നൊഴിക്കും. അതാണ് എനിക്ക് ചോദിക്കാൻ തോന്നുന്നത്. എന്തിനായിരുന്നു ഇത്ര അധികം വികാരത്തള്ളിച്ച? ഈ ഒരു വിഷയം അവതരിപ്പിക്കായിരുന്നു. നിങ്ങൾക്കതിൽ വിയോജിപ്പുണ്ട്, ഇവർക്കതിൽ വിയോജിപ്പുണ്ട്, ഒരുപാട് പേര് വിയോജിപ്പുണ്ട്. എല്ലാവരും എല്ലാം അനുകൂലിച്ചോളന്നില്ല അല്ലേ? അപ്പോൾ എന്തിനെങ്ങനെ ഇത്ര അധികം ഒരാളെ സ്ലട്ട് ഷെയിം ചെയ്യാൻ എന്താ അധികാരമാണ്? ഇവിടെ നിയമം ഒന്നുമില്ല. ഇതിന് ആർക്കും എന്തും വിളിച്ച് പറയാമെന്നുള്ളൊരു സിറ്റുവേഷൻ ആയിട്ടുണ്ട്. ഇത്രയൊക്കെ ഭയങ്കര രോക്ഷാകുലമായിട്ട് സംസാരിക്കേണ്ട വല്ല കാര്യം ഉണ്ടായിരുന്നു? അത് വളരെ മോശമായിട്ട് അവർ സംസാരിച്ചിട്ടുള്ളത്. വളരെ ഹൈലി ഒഫെൻസീവാണ്, പറയാതിരിക്കാൻ വയ്യ. ഓരോ വീട്ടമ്മമാരും ഫേസ് ചെയ്യുന്നതാണ്. അതിന്റെ ഇടയിൽ കൂടെ വരുന്ന ആ കൈകൾ, തോണ്ടൽ, അതൊരു ശരീരം മാത്രമായിട്ട് കാണുന്ന ഒരു വൃത്തികെട്ട മെന്റാലിറ്റി ഈ സമൂഹത്തിൽ ആണുങ്ങൾക്ക് ഉണ്ടാക്കി കൊടുക്കണം. നിന്നെയൊക്കെ പോലുള്ള വിഷജന്തുക്കളാണ്, വേഷജന്മങ്ങളാണ്. വേഷജന്മങ്ങൾ. ഇതിന് അർത്ഥം അറിയാതെ പറയല്ല. തിരിയത്തില്ലയോ? ഇത് നമ്മള് ഒരു കണ്ടന്റിന് വേണ്ടി പറയുന്നില്ല, മനസ്സിന്റെ അങ്ങേ തലക്കിൽ ഇരുന്നുകൊണ്ടുള്ള വേദന കൊണ്ട് പറയുന്നതാണ്. മഞ്ജു പിള്ള എന്ന് പറയുന്ന സ്ത്രീയോടാണ്. നാണോ ഇല്ലേ തള്ളേ? ഒന്നല്ലേ ഉള്ളൂ, 10ഉം 15 ഉണ്ടോ? എന്നാ പിന്നെ അവളോട് അതും കൂടെ ഊരിട്ടില്ല അവിടെ എങ്ങനെ വന്ന് നിക്കാൻ പറ. കാണട്ടെ ആണുങ്ങള്, പിടിക്കട്ടെ. അവർക്ക് ഞെക്കണമായിരിക്കും ആണുങ്ങള്, കണ്ടവന്മാര് കണ്ട് ഒലിപ്പിക്കണമായിരിക്കും. നിനക്ക് ഭയങ്കര സംഭവമായ ഒരു ബോഡി സ്ട്രക്ചർ ഉണ്ട്, അതിലിങ്ങനെ ഞവിടണമായിരിക്കും. താല്പര്യമാണോടി? പോയി എന്തിനാണ് ഇത്ര അധികം തള്ളിച്ച? എന്തിനാണ്? ഇതൊക്കെ ഞാൻ ചിന്തിക്കുന്ന എന്താ പറയുക, ഇന്നിപ്പോൾ ദയാ സുജിത്ത് ഒരു റെസ്പോൺസ് വീഡിയോ ഇട്ടിട്ടുണ്ട്. വളരെ കമ്പോസ്ഡ് ആയിട്ടാണ് അവർ ഇട്ടിട്ടുള്ളത്. ഒരു പക്ഷേ ചിലപ്പോൾ ഇതിൻ്റെ പുറകെ വേറെ വല്ല പരിപാടികളും വരുന്നുണ്ടോ എന്നുള്ളത് അറിയില്ല. സ്വാഭാവികമായിട്ട് ആരും ചെയ്തു പോകും. ഇത് എന്ത് വർത്താനാണ് പറയുന്നത്? ഇവർക്ക് എന്താണ് മാനസികമായിട്ട് എന്ത് പ്രശ്നമാണ് ഇവർക്ക് മനസ്സിലാവുന്നില്ല. ഇത്ര അധികമൊക്കെ ഇങ്ങനെയൊക്കെ പറയേണ്ട ആവശ്യമുണ്ടോ? പറയാൻ പാടുമോ? ബസ്സിൽ കയറിയില്ലടി, എന്നിട്ട് പോകുന്ന വരുന്ന എല്ലാവന്മാരോടും പറ എന്നെ ഒന്ന് തടവി വിടാൻ. ഇത്ര കാമപ്രാന്താണോ? ഇതൊക്കെ കണ്ട് മിണ്ടാതിരിക്കുന്നത് കൊണ്ടാണ്. മഞ്ജു പിള്ള ഇത് കാണുന്നില്ലേ? ഈ മകൾ കാണിക്കുന്ന ഈ തോന്നിവാസം കാണുന്നില്ലേ? ഇവിടെ വേറൊരുത്തൻ ഇരുന്നുകൊണ്ട് കൃഷ്ണകുമാർ 4 പെമ്മക്കൾ അസറ്റാണെന്ന് അയാൾ പറഞ്ഞ ആ അസറ്റ്നെസ് ഇങ്ങനെ ഒരു ടൈം ഉണ്ടെന്ന് എനിക്കറിയില്ലായിരുന്നു. ഇതാണ് അയാളുടെ ചിന്ത എങ്കിൽ എനിക്കറിയില്ലായിരുന്നു. പക്ഷെ ഞാൻ അപ്പോഴൊരു നല്ലൊരു അപ്പനെയാ കണ്ടത്. പെമ്മക്കൊക്കെ എഡ്യൂക്കേഷൻ കൊടുക്കുക, അവരെ പഠിപ്പിക്കുക, അവർക്ക് നല്ല രീതിയിലുള്ള ടൈം ആക്കി കൊടുക്കുക. അത് പറഞ്ഞു കൊടുത്തപ്പോ അരയും കുറെ ഇട്ട് തുള്ളി കളിക്കുന്ന നീയൊക്കെ എന്താണ് പറയണേന്ന് അറിയാമോ? പച്ച മലയാളത്തിൽ പറയാം, എന്റെയിലുണ്ട് ഇതൊക്കെ. തുളയും വരയും വടയും ഉണ്ട്, വരൂ, ആയിക്കോ, ഞാൻ റെഡി. അതാണോ നീ മഞ്ജു പിള്ള വളർത്തിയ മകളെ? നീ അതാണോ ഉദ്ദേശിക്കുന്നത്? ഇത് ഫാഷൻ അല്ലടി. ഇതിന്റെ പേര് ഫാഷൻ എന്നല്ല പറയാ, ഇത് പച്ചക്ക് വ്യഭിചാരം എന്നാ പറയാ. മനസ്സിലായോ? ഇത് മോളുടെ
കൂടുതലായിട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല, ഞാനത് ഫുൾ കേൾപ്പിക്കാൻ വേണ്ടി എടുക്കായല്ല, പക്ഷെ കൂടുതലായിട്ട് ഞാൻ കേൾപ്പിക്കുന്നില്ല. ഇത് വളരെ മോശമായിപ്പോയി, വളരെ മോശമായിപ്പോയി, എന്നാൽ വളരെ മോശമായിപ്പോയി. അവരുടെ ഇൻസ്റ്റാഗ്രാം ഹാൻഡിലിൽ പോസ്റ്റ് ചെയ്തിട്ടുള്ളൊരു ഫോട്ടോയ്ക്ക് അഭിപ്രായം പറയാം, ഗൗരവകരമായിട്ട് സീരിയസ് ആയിട്ട് വികാരത്തള്ളിച്ചോടുകൂടി സംസാരിക്കാം. പക്ഷേ ഒരാളെ സ്ലട്ട് ഷെയിം ചെയ്യാൻ, ഒരു സ്ത്രീയാണ്, ഒരു സ്ത്രീക്ക് സ്ത്രീയെ എന്തും പറയാം എന്നുള്ള ഒരു ലൈസൻസ് വെച്ചിട്ട് ആ സംസാരിക്കുന്ന കാര്യത്തോട് ഒരിക്കലും യോജിക്കാൻ പറ്റില്ല. ഇനി ഞാൻ എൻ്റെ യോജിപ്പ് എനിക്ക് തോന്നുന്നു വളരെ മാന്യമായിട്ട് സംസാരിച്ചു. ഇതിൽ പോലും ഇപ്പം ഞാൻ ഉണ്ണി വ്ളോഗ്സിൻ്റെ ഒരു വീഡിയോ കണ്ടു പകൽ. ഉണ്ണി വളരെ മാന്യമായിട്ട് ഉണ്ണി വ്ളോഗ്സിലെ ഉണ്ണിയും ആ സ്ത്രീ ഒരു ലേഡിയും കൂടി ഇരുന്ന് സംസാരിക്കുന്നത് കണ്ടു. ഇതിന് പോലും ഷെഫീന കൊടുത്ത മറുപടി ഇതാണ്, അവനും അവൻ്റെ സ്റ്റെപ്പിനെയും വന്നിരുന്ന് സംസാരിക്കുന്നു എന്ന് ആ സ്ത്രീനെ പറ്റിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇതുപോലത്തെ ഭാഷകൾ മാത്രമേ ഇവരുടെ നാവിൽ വഴങ്ങുള്ളൂ. എന്നിട്ട് ഇതിനൊക്കെ ഗ്ലോറിഫൈ ചെയ്യാൻ ഒരുപാട് ആൾക്കാരുണ്ട്. ഇതെന്താ വെച്ചാൽ വളരെ സേഫായിട്ട് നല്ല രീതിയിൽ പോകാൻ ഉദ്ദേശിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമിനെ അല്ലെങ്കിൽ റിയാക്ഷൻ വീഡിയോസ് ചെയ്യുന്ന ആൾക്കാരെ ബാക്കിയുള്ളവരെയും കൂടി ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പെരുമാറുന്ന ഇതുപോലത്തെ ആൾക്കാരെ ഒറ്റപ്പെടുത്തിയിട്ട് ഡെഫിനറ്റ്ലി അവർ ഒരിക്കലും ഇതുപോലത്തെ കാര്യങ്ങൾ സോഷ്യൽ മീഡിയ ചുമക്കേണ്ട കാര്യമില്ല. അതിൽ യാതൊരു സംശയമില്ല. ഇതാണ് എൻ്റെ ഒരു അഭിപ്രായം ഈ ഒരു വിഷയത്തിൽ. ഇതിനി എന്തൊക്കെ മറുപടികളാണ് വരിക എന്നുള്ള അറിയില്ല. ഒരു ഡിസ്കഷൻ, ഒരു 1-to-1 ഡിസ്കഷനായിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരു കാരണവശാലും പറ്റാത്തൊരു വ്യക്തി ആയതുകൊണ്ട് ഇനി എന്ത് തന്നെ ഇതിൻ്റെ പേരിൽ സംസാരം കാര്യങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാലും ഞാനിതിൻ്റെ ഒരു നെക്സ്റ്റ് ഫെർദർ സ്റ്റെപ്പിലേക്ക് ഞാൻ പോവില്ല, ഞാൻ കാണില്ല, ഞാൻ കേൾക്കില്ല. കേട്ട് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്തെങ്കിലും പറയാമെന്നൊന്നും പറഞ്ഞാൽ പിന്നെ അതൊക്കെ വലിയ വലിയ വിഷയങ്ങളാവും. അതുകൊണ്ടാണ്. ഓക്കെ, നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ടേക്ക് കെയർ ആൻഡ് ഗോഡ് ബ്ലെസ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം എന്നുള്ളത് കമൻറ്റ് ചെയ്യൂ.